ഈ മഹാകുംഭമേളയ്ക്കിടെ ഒരു വലിയ തിക്കും തിരക്കുണ്ടായി. 10 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഈ കുംഭമേളയുടെ മാനേജ്മെൻറ്റ് കാണാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ രാജ്യങ്ങളും പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നത് എങ്ങനെയാണ് ഈ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതെന്നറിയാൻ. പക്ഷേ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഇതാദ്യമായിട്ട് ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു. ഇതിന് തൊട്ട് മുമ്പ് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടായെങ്കിലും കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല. അപ്പോൾ കുംഭമേള തുടങ്ങും മുമ്പ് തന്നെ അതിനെ വിവാദത്തിലാക്കാനും അവിടെ ചില ഭീകരാക്രമണം ഉണ്ടാകും എന്നൊക്കെയുള്ള തരത്തിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും സർക്കാരുകൾ വളരെ സത്വരമായ നടപടിയൊക്കെ എടുത്തിരുന്നു. ഒരു പക്ഷേ ഇതിനിടയ്ക്കും ഈ തിക്കും തിരക്കും ഇത്രയും സമർത്ഥമായി മാനേജ് ചെയ്യുന്നതിനിടയ്ക്കും ഇങ്ങനൊരു ദുരന്തം ഉണ്ടായതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യത ഉണ്ടാകുമോ? ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. ഇത് സംഭവിച്ചത് ഇന്നിപ്പോൾ ആസ് ഓഫ് നൗ 10 കോടി ആൾക്കാരവിടെയാണ്. 10 കോടി. അതിൽ 3 കോടി സ്നാനം കഴിഞ്ഞ് പിരിഞ്ഞു, ബാക്കി 7 കോടി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ സംഗം ഘാട്ട് എന്ന് പറയും, അതായത് ഗംഗ, യമുന, സരസ്വതി വന്ന് കൃത്യം കൂട്ടിമുട്ടുന്ന മുനമ്പ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. സരസ്വതി ആർക്കും കാണാനില്ല, അന്തർവാഹിനിയാണല്ലോ. ഈ കൃത്യം സ്ഥലം അവിടെ മുങ്ങണം എന്നുള്ള ആശയോടുകൂടി വലിയ തിക്കും തിരക്കുണ്ടായി. അപ്പോൾ അത് താങ്ങാൻ പറ്റാതെ ഒരു ബാരിക്കേഡ് അങ്ങ് പൊളിഞ്ഞു. ബാരിക്കേഡ് പൊളിയുമ്പോൾ അറിയാമല്ലോ, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ബാരിക്കേഡിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആൾ കമന്നടിച്ച് വീഴും. അങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ്. അപ്പോൾ പുറകിൽ നിന്നുള്ള തള്ളിലാണ് ഇവരിങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഇവർ കമന്നടിച്ച് വീണു. തൊട്ട് പിന്നാലെയുള്ളവർക്ക് നിസ്സഹായരായിട്ട് ഇവരെ ചവിട്ടി മുന്നോട്ട് പോകേണ്ടിയും വീഴേണ്ടിയൊക്കെ വന്നു. അങ്ങനെയാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും UP സർക്കാർ ഔദ്യോഗികമായിട്ട് ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടില്ല. പരിക്കേറ്റവർ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അഖാഡ സന്യാസിമാരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു തൽക്കാലം സംഘം എന്ന ആ ഒരു ഘാട്ട് ഒഴിവാക്കുക, അവിടെ ആരും മുങ്ങണ്ടാവും തൽക്കാലം, ബാക്കിയുള്ള സ്ഥലത്ത് മുങ്ങുക. ഇതെല്ലാം പുണ്യസ്ഥലമാണ്, പുണ്യനദിയാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിന് വേണ്ടി വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇന്ന് മൗനി അമാവാസ്യയാണ്. ഇപ്പോൾ സന്യാസിമാർ പറഞ്ഞു, ഹിന്ദുക്കൾക്ക് എല്ലാം പുണ്യ ദിവസങ്ങളാണ്. നാളെ അവരിപ്പോൾ നാളെയും മറ്റന്നാളെയും വസന്ത പഞ്ചമിയാണ്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശിവരാത്രി, ഏകാദശി, ദ്വാദശി, സപ്തതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ യു നീഡ് നോട്ട് അങ്ങനെ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റ് അത് ചെയ്യേണ്ട. അതുകൊണ്ടാണല്ലോ കുംഭമേളയ്ക്ക് വലിയൊരു സ്പാൻ കൊടുത്തിരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ മകരവിളക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ ദിവസം ഒറ്റ സമയം അങ്ങനെ ഇല്ല കുംഭമേളയ്ക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആളുകൾ വന്ന് തിങ്ങിക്കൂടിയിരിക്കുന്നു. അപ്പോൾ അത് ആകെ ചെയ്യാവുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ബാക്കി സ്ഥലത്ത് സന്യാസിമാർ പറഞ്ഞു. അഖാഡ സന്യാസിമാർ പബ്ലിക്കായിട്ട് TV-യിലൂടെ പറഞ്ഞു, എവിടെ ഗംഗ കാണുന്നു അവിടെ മുങ്ങുക. അതാണ് കുംഭമേള. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഈ പെർട്ടിക്കുലർ പോയിന്റിൽ മുങ്ങണം എന്നൊക്കെയുള്ളത്. ഇങ്ങനൊരു വാശിയുണ്ടെന്നും ഞങ്ങൾ വിചാരിച്ചില്ല. ആ ഒരു സ്ട്രെങ്ത്തിൽ കെട്ടിയ ബാരിക്കേഡാണ് അത് പൊളിഞ്ഞു. ഇപ്പോഴും മരണം സ്ഥിരീകരിച്ചിട്ടില്ല, ആരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് സംഗതി നോർമലായി. ഈ ഗംഗ ഘാട്ടിലെ ഇത് നിർത്തിവെച്ചു. മാധ്യമങ്ങൾ പറഞ്ഞോട്ടെ, അപ്പോൾ അൺഒഫീഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയും. കാരണം ഒരാളെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങേരിപ്പോൾ ചാവാൻ സാധ്യതയുണ്ട്, നമ്മളിത് ഇത് സ്റ്റുഡിയോയിൽ പോയി എഡിറ്റ് ചെയ്ത് കാണിക്കുന്നിടയ്ക്ക് പരിപാടിയായിക്കോളും എന്നുള്ള കാൽക്കുലേഷനൊക്കെ പറയുന്നതാണ്. ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൺഫർമേഷൻ കിട്ടാതെ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് മര്യാദയല്ല, മനുഷ്യത്വമല്ല. ഇതിൻ്റെ ഏറ്റവും രസം ബാബ രാംദേവ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബാബ രാംദേവ് TV-ക്ക് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പരിക്കേറ്റവർ മരിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, പരിക്കേറ്റവരെ ഞാൻ കണ്ടു, ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിട്ടും ഞാനതിൽ മുങ്ങി, പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകം ഇൻ്റർവ്യൂ ചാനലുകൾ കൊടുത്തിരുന്നു. ഇവിടെ പിന്നെ കേരളത്തിൽ ഇപ്പോൾ കുംഭമേള റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഈ ആക്സിഡൻ്റ് ഉണ്ടായതാണ്. നമ്മളിപ്പോൾ കാണുന്നുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൽക്കാലം ഇതിനകത്ത് മിസ്ചീഫ് ഉള്ളതായിട്ട് പുറത്ത് വന്നിട്ടില്ല, മിസ്ചീഫ് ഇല്ല എന്നും പറഞ്ഞിട്ടില്ല. യോഗി ഒരു കാര്യം മാത്രം പറഞ്ഞു, അപവാദങ്ങൾക്ക് ചെവി കൊടുക്കരുത്. അതിനർത്ഥം ഇൻ്റലിജൻസ് ഇൻപുട്ട് പുള്ളിയുടെ കയ്യിലുണ്ട്.
ഇത് എല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ഉണ്ടായി എന്നാരും പറയുന്നില്ല, ഞാനും പറയുന്നില്ല. ബട്ട് സാധ്യതയില്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു 15 ദിവസം മുമ്പ് തന്നെ യോഗി ഉത്തരം കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വല്ല ചിന്തയുമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ അദ്ദേഹത്തിന് സഹജമായൊരു ആക്ഷനല്ല, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ വല്ല ഉദ്ദേശത്തോടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജന്മം ഓർമ്മ വയ്ക്കേണ്ട സ്ഥിതിയായിട്ട് മാറുന്നത് ആണ് ഫലം. എന്നുവെച്ചാൽ അതിൻ്റെ തിരിച്ചടി അതിഭീകരമായിരിക്കും എന്നർത്ഥം. ഇപ്പം ഇതിൽ മിസ്ചീഫ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം സാധിക്കും. മഫ്തിയിലാണല്ലോ പോലീസുകാർ. ഇപ്പോൾ നമുക്ക് അവിടെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ വലിയ പോലീസൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കൂടുതൽ പേര് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ, എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് ഇന്നലെ പോയിട്ട് വന്നു. അദ്ദേഹം പറയുന്നത് യൂണിഫോം ഇട്ട പോലീസുകാരെ ഒന്നും കാണുന്നില്ല. പക്ഷെ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ഓരോ 10 പേർക്കിടയിലും ഒരു സൈനികനുണ്ട് എന്നൊരു തോന്നല്ല. അങ്ങനത്തെ രൂപത്തിലുള്ള പലരെയും കാണുന്നുണ്ട്. പരസ്യമായി പോലീസിനെ ഇട്ട് പേടിപ്പിക്കുന്നില്ല. എന്നാൽ മഫ്റ്റിയിൽ നിറയെ 10-1 തരത്തിൽ തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. അല്ല, അത് ഈ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടാണ് മോദി ഇതിനൊരു ഹൈപ്പ് കൊടുത്തത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുവരെ കേരളത്തിൽ കുംഭമേള ഇത്ര വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. നമുക്ക് നമ്മുടെ ശബരിമല, പഴനി, തിരുപ്പതി ഇങ്ങനെയൊക്കെ ആണ് നമ്മളുടെ സാധാരണ തീർത്ഥാടനം എന്ന് പറയുന്നത്, ഈ 3 സ്ഥലത്തേക്ക്. ഇത്തവണ കുംഭമേള യോഗിയുടെ ഈ ഹൈപ്പ് കൊണ്ട്, പിന്നെ ഫുൾ പേജ് പരസ്യങ്ങൾ ടി വിയിൽ അത് ഇതൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയ വഴി കുംഭമേള വലിയൊരു ഇവൻ്റ് ആയിരുന്നു അത്. കേരളത്തിൽ പക്ഷേ അതിൻ്റെ അലയൊലികൾ ഇത്ര ഭീകരമായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പുറത്തൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടായി. ചേട്ടാ പോവാൻ, നമുക്ക് പോകണ്ടേ, അത് 144 വർഷം ഞാൻ അനങ്ങിയില്ല. എനിക്ക് ഒന്നാമത് ആൾക്കൂട്ടവും ശരിയായില്ല, എൻ്റെ ആരോഗ്യത്തിന് അവിടെ പോയി ഗുസ്തി പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞതാണ്. ഭയങ്കര സോഷ്യൽ പ്രഷർ വരുന്നുണ്ട് കുംഭമേളയുടെ പേരിൽ. സുനിൽ തന്നെ ഒരു ദിവസം പറഞ്ഞില്ലേ, വണ്ടിയില്ല, വെള്ളമില്ല, ഫ്ലൈറ്റുകാർ കൊള്ളയടിക്കുന്നു, ഇങ്ങനെ. ഇതെല്ലാം വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ഇല്ലാത്തൊരു ആവേശം ഇതിനെ ചൊല്ലി ഉണ്ടായി. ആ ആവേശം ഉണ്ടാക്കിയത് യോഗി ആദിത്യനാഥ് തന്നെയാണ്. ഇപ്പോൾ യോഗി ആദിത്യനാഥിന് ബാക്കപ്പായിട്ട് പ്രധാനമന്ത്രി അവിടെയുണ്ട്. സ്പോട്ടിലെത്തിയിട്ടില്ല, ബട്ട് അദ്ദേഹം നിരന്തരം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇന്ന് നേരം വെളുത്തിട്ട് 3 തവണ അദ്ദേഹം റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. 3 തവണ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എന്താ അവിടെ സംഭവിച്ചത്, എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ്. പിന്നെ NDRF അത് ഇത് സംവിധാനങ്ങളൊക്കെ കേന്ദ്ര സർക്കാരും തയ്യാറായി നിൽക്കുകയാണ്. ഒരു സെക്കൻഡിൻ്റെ ഫോൺ കോൾ ടപ്പെന്ന് പറഞ്ഞിട്ട് സൈന്യം അങ്ങോട്ട് പുറപ്പെടും ആവശ്യം വന്നാൽ. ഇപ്പോൾ സൈന്യമൊന്നും ആവശ്യമില്ല. യോഗി വളരെ കൂളാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കാനില്ല, എല്ലാം നിയന്ത്രണത്തിലാണ്, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, കാര്യങ്ങൾ പതിവ് പോലെ നടക്കുന്നു, ഈ ഒരു ഘാട്ട് ഒഴിവാക്കിയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഏതായാലും ഇതിപ്പോൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി ചില ഭൂരിപക്ഷ മാധ്യമങ്ങൾ ഇത് കൊണ്ടാടാൻ സാധ്യതയുണ്ടോ? ആരെ ഭയപ്പെടുത്താൻ? സുനിൽ നോക്ക്, ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടന്നു. സ്ഫോടനം നടന്നിടത്തേക്ക് ആൾക്കാർ ഓടിക്കൂടി കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ 9/11 അമേരിക്കയിൽ നടന്നു, ട്വിൻ ടവേഴ്സിന്. എല്ലാവരും ദൂരേക്ക് ഓടി. 1.5 കിലോമീറ്റർ ഓടി ആൾ വരെയുണ്ട് അമേരിക്കയിൽ. നമ്മുടെ ഇവിടെയാണെങ്കിൽ ട്വിൻ ടവർ വിമാനം ഇടിച്ചിറക്കി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും. ഇതാണ്. അപകടത്തെ ഭയപ്പെടുന്നവരല്ല ഇന്ത്യക്കാർ, മരണത്തെ ഭയപ്പെടുന്നവരല്ല. കാരണം നമുക്ക് പുനർജന്മം, ഇതൊരു കോമയാണല്ലോ. ഈ ജീവിതം ഒരു കോമയിട്ട് അടുത്ത് തുടങ്ങുകയാണ്. അതുകൊണ്ട് മരണം ഒരു ഭീകരാവസ്ഥയൊന്നുമല്ല ഇപ്പോഴും ഭാരതത്തിന്. പക്ഷേ ഈ കുംഭമേള ഇങ്ങനെ വലിയ വാർത്തയായി, വലിയ മഹാസംഭവമായി മുന്നേറുമ്പോൾ ഒരുപാട് പേർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസിൻ്റെ അധ്യക്ഷന് പോലും ഉണ്ട്. അതെന്താ കാര്യം? എന്താ ചെയ്യുക, അവർ ചെയ്യാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ അത് യോഗി ചെയ്യുന്നു, മോദി ചെയ്യുന്നു. അതാണ് അവരുടെ പ്രശ്നം. അവർക്ക് വാസ്തവത്തിൽ ഉണ്ടല്ലോ, ഈ 1986 രാമജന്മഭൂമിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ 89 തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് അയോധ്യയിലാണ്. കോൺഗ്രസ്സിന് വേണമെങ്കിൽ
ഈ രാമജന്മഭൂമി അവരുടെ പ്രസ്ഥാനമാക്കിയിട്ട് അവരുടെ സമരമാക്കി മാറ്റാമായിരുന്നു. രാജീവ് ഗാന്ധി ഏകദേശം അത് തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ 91 അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെട്ടു. അതോടെ സംഗതികൾ തകിടം മറിഞ്ഞു. ഇവർ പിന്നെയും ഹിന്ദു വിരുദ്ധരായിട്ട് മാറി. അതിൽ റിഗ്രറ്റുള്ള ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. ഇത്ര വലിയൊരു ഇനിഷ്യേറ്റീവ് ഇത് നമ്മൾ എടുക്കേണ്ടതായിരുന്നു. കോൺഗ്രസ്സുകാരിൽ പല ചിന്താഗതിയുള്ളവരുണ്ടല്ലോ. ഒറിജിനൽ കോൺഗ്രസ്സുകാർ, നാഷണലിസ്റ്റ് ചിന്താഗതിയുള്ളവർ, അവർക്കിതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഈ മുദ്രാവാക്യങ്ങൾ മുഴുവൻ BJPയുടേതായിട്ട് മാറി. ഇത് നമ്മുടെ ആക്കേണ്ടത്. സുനിൽ ആലോചിച്ച് നോക്ക്, ഗോവധ നിരോധനം ഭാരതത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ? സകല സംസ്ഥാനങ്ങളിലും. BJP ഒരു സംസ്ഥാനത്തും ഗോവധ നിരോധനം കൊണ്ടുവന്നിട്ടില്ല. ഒറ്റ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടില്ല. ഛത്തീസ്ഗഡ് സംസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ മധ്യപ്രദേശിലുള്ള ഗോവധ നിരോധനം ഛത്തീസ്ഗഡിലും ബാധകമാണെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയതല്ലാതെ BJP ഗോവധ നിരോധനത്തിൽ തൊട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഗോവധ നിരോധനം BJPയുടെ അക്കൗണ്ടിലേക്ക് പോയി. എങ്ങനെ പോയി? ഈ നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കോൺഗ്രസ് ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അവർ ആൻറ്റി ഹിന്ദു ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹിച്ചു. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തി. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു വെറുക്കപ്പെടേണ്ട സാധനമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അത് കേരളത്തിൽ ഇവരൊക്കെ അതിന് ഉത്തരവാദികളാണ്. VD സതീശൻ അതിൻ്റെ പ്രായശ്ചിത്വമായിട്ടാണ് VD സതീശൻ ശബരിമലയ്ക്ക് പോയത്. ഇനിയിപ്പോൾ അത് തിരിച്ചു കിട്ടില്ല. ഒരിക്കലും നിങ്ങൾ ഈ ദ്രോഹം ചെയ്തിട്ട് പിന്നെ വേഷം കെട്ടിക്കൊണ്ട് കാര്യമില്ല. VD സതീശൻ, VT ബൽറാം ഇവരൊക്കെ ചേർന്നിട്ട് ഈ കോൺഗ്രസിനകത്തെ കമ്മ്യൂണിസ്റ്റുകാർ കളിച്ച കളിയാണ്. അതിപ്പോഴും തുടരുന്നു. അതിപ്പോൾ ഈ കുംഭമേളയിലൂടെ ഒരു വലിയ ഹിന്ദു ഉണർവ് രാജ്യത്തെമ്പാടും ഉണ്ടായി വരുന്നുണ്ട്. കേരളത്തിൽ പോലും ഈ ആവേശം ഇവർക്ക് മനസ്സിലാവാത്തത് കുംഭമേളയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറുമോ? ഇതാണ് ഖാർഗെയുടെ ചോദ്യം. മാറും എന്നാണ് ഉത്തരം. ഉത്തർപ്രദേശ് സർക്കാരിന് വരാൻ പോകുന്ന വരുമാനം എന്തായിരുന്നു? 2 ലക്ഷം കോടിയോ മറ്റാണ്. അവർ ചെലവാക്കുന്നത് 7,500 6,100 കോടി എന്നാണ് എക്കണോമിക് ടൈംസ് പറയുന്നത്. 7,700 എന്നും റിപ്പോർട്ട് ഞാൻ കണ്ടു. ഇനി 10,000 കോടി ആയിക്കോട്ടെ, സ്റ്റിൽ അവരുടെ വരുമാനം എത്രയാണ് സർക്കാരിൻ്റെ? ഇത് ടാക്സിൽ നിന്നുള്ള വരുമാനം. അതുകൂടാതെ ജനങ്ങൾക്ക് കിട്ടുന്ന വരുമാനം, കട വഴി, കമ്പോളം വഴി, ഓട്ടോറിക്ഷ, സൈക്കിൾ റിക്ഷ, അത് ഇതൊക്കെ ആയിട്ട് ഭീമമായ തുകയാണ്. ഇപ്പോൾ കുംഭമേള വഴി ദാരിദ്ര്യം മാറുമെന്ന് ചോദിച്ചാൽ മാറും. അയ്യപ്പൻ്റെ 2 സീസൺ വെച്ചിട്ട് ദാരിദ്ര്യം മാറ്റുന്ന ആൾക്കാർ കേരളത്തിലുണ്ട് അല്ലേ? സകലവരും ഓം അയ്യപ്പ ഹോട്ടൽ തുടങ്ങിയിട്ട് കാശുണ്ടാക്കുന്നവരാണ്. അയ്യപ്പൻ കോളം എന്നാണ് അതിന് പേര്. അതെ അതെ. ഒരു പരിപ്പ് വടയ്ക്ക് 50 രൂപയൊക്കെ മേടിക്കുക. മലക്കോള്, പരിപ്പ് വട 50 രൂപ, ചോറിന് 180 രൂപ, ഇതൊക്കെ മേടിക്കുന്നു. ഇടയ്ക്ക് ഹെൽത്തുകാർ വരുന്നു, ചെക്ക് ഒരു പിഴയിട്ട് കട പൂട്ടറോ എന്നൊക്കെ പറയും. അയാൾ പോയി കഴിയുമ്പോൾ വീണ്ടും വേറൊരു ബോർഡ് വെച്ചോളും. ഇതൊക്കെ ചെയ്ത് ഈ 2 സീസൺ കൊണ്ട് ഒരു വർഷം ജീവിക്കാനുള്ള കാശുണ്ടാക്കുന്നവർ. അപ്പോൾ ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റിയും കൂടെയാണ്. 10,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ ശബരിമല വരുമാനം എന്ന് പറഞ്ഞത് ദേവസ്വം മന്ത്രി സുധാകരനാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഈശ്വരവിശ്വാസമുള്ള ആളല്ല. പക്ഷേ അങ്ങനെ സത്യം പറഞ്ഞു. 10,000 കോടി രൂപ കൊണ്ടുവരുന്ന അയ്യപ്പന്മാരോട് കുറച്ചുകൂടെ മര്യാദയ്ക്ക് പെരുമാറണം എന്ന് ഇവരെ ശാസിക്കുകയായിരുന്നു പുള്ളി, സെക്യൂരിറ്റിക്കാർ, ദേവസ്വം സെക്യൂരിറ്റിയെ. ഇച്ചിരി കൂടെ മര്യാദയ്ക്ക് പെരുമാറുള്ളൂ, 10,000 കോടി രൂപ കൊണ്ടുവരുന്നവരവർ എന്ന് ഓർക്കാതെ പറഞ്ഞു പോയത്. സോ ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ഓൾസോ. ഇത് ഖാർഗെയ്ക്ക് മനസ്സിലാകുന്നില്ല. 1915 മഹാത്മാഗാന്ധി ഭാരതത്തിൽ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഭാരതത്തിൽ ആദ്യമായിട്ട് പൊതുസമ്മേളനം നടത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കുംഭമേളയ്ക്കാണ്. ഇൻ 1915. അന്ന് മഹാത്മാഗാന്ധി ഭാരതം മൊത്തം അറിയപ്പെടുന്ന വലിയ കോൺഗ്രസ് നേതാവൊന്നുമല്ല. സൗത്ത് ആഫ്രിക്ക വഴി അറിയപ്പെട്ട് അവിടെ നിന്ന് പിന്നെ ഭാരതത്തിൽ വന്നു. തിലകനാണ് അന്ന്, ലോകമാന്യ ബാലഗംഗാധര തിലകൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയം. അതിൻ്റെ നിഴലിലാണ് മഹാത്മാഗാന്ധി നിൽക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പബ്ലിക് അപ്പിയറൻസ് തുടങ്ങുന്നത് കുംഭമേളയിലാണ്. ആ ഗാന്ധി ഇന്ന് കോൺഗ്രസ്സുകാർക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് അവർ ചോദിക്കുന്നു പട്ടറി മാറുമെന്ന്. ഈ ചോദ്യം അവർ മഹാത്മാഗാന്ധിയോട് ചോദിക്കണമായിരുന്നു. കഷ്ടമാണ് കോൺഗ്രസിൻ്റെ കാര്യം. ഏതായാലും ഒരു ദുരന്തം വന്നിട്ടാണെങ്കിലും കുംഭമേള നമ്മുടെ ചാനലുകളിൽ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സർക്കാർ അന്വേഷിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആളുകൾ തലമുറകളോളം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. മഹാകഷ്ടം അങ്ങനെയൊക്കെ ചെയ്ത്.
നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അതെ, വിചാരിക്കാം. ഏതായാലും യു പി സർക്കാരിൻ്റെ ഒഫീഷ്യൽ വിശദീകരണം വരുന്നത് നമുക്കൊന്ന് വരുന്നതുവരെ നമുക്ക് മരണത്തെ പറ്റി ഒന്നും പറയണ്ട. അതെ. ഇത്ര പേര് മരിച്ചു എന്നൊക്കെ പറയാൻ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ വളരെ എളുപ്പമാണ്. അതെ. പക്ഷെ അങ്ങനെ സർക്കാർ ചെയ്യരുത്. പറയട്ടെ. മര്യാദയല്ല അത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.